യെസ് അത് തന്നെ. എനിക്കൊന്ന് വയ്യ പനി. ഈ ഒരു കാലാവസ്ഥയാണ് ഞാൻ വിസിൽ വിഴിഞ്ഞൊന്നുമല്ല. ഓക്കെ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കത്തിൻ്റെ കാര്യം മിക്കുള്ളവർക്ക് അറിയാം. ഇന്നലെ ഗരീനയുടെ സെർവർ വിസിലായിരുന്നു. കുറേ ബംഗാളി ഭായികളൊക്കെ പറഞ്ഞ് ഇത് ഫ്രീ ഫയർ ബാൻ ആയതാണ് അതിൻ്റെയാണ്. ഓക്കെ. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ ഇങ്ങനെ ഈ ഗരീനയ്ക്ക് ഇങ്ങനെ പ്രശ്നം പറ്റുന്ന ടൈമിൽ നമ്മൾ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നേരെ എൻ്റെ പി സിയിലേക്ക് ഉറ്റു നോക്കി. അപ്പോൾ പി സി എന്നെ നോക്കി ചിരിച്ച് കാണിച്ചു. ഓക്കെ. 7ാം ക്ലാസ്സിൽ ഒരു പാട് വരുന്നത് പണ്ടത്തെ. ഓക്കെ. നല്ല മണ്ണത്തതാണ്. ഓക്കെ. ഓക്കെ. അപ്പം ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ തന്നെ ഒരു ഇതിടാം, ഒരു വീഡിയോ. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വേൾഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അത് സൂപ്പർ ഫ്ലാറ്റ് അല്ല, ബൈ ദ വേ. ഞാൻ സർവേ വേൾഡ് തന്നെ ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് സർവേ വേൾഡ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഇൻട്രൊഡ്യൂഷൻ പോലെ ചെയ്തതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഹാർഡ് കോർ കളിക്കണേ പറഞ്ഞാൽ മതി. നിങ്ങൾ പറയണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് കളിക്കും. അത് ഉറപ്പാണ്, ഞാൻ ഉറപ്പ് ഞാൻ തരും. ഹാർഡ് കോർ കളിക്കുന്ന പറഞ്ഞാൽ ഹാർഡ് കോർ കളിക്കും. ഓക്കെ. ഇപ്പോൾ ഏട്ടങ്ങനെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഷെയ്ഡറാണ്. ഓക്കെ. എൻ്റെ FPS കണ്ടല്ലോ, ഒരു 225-227 FPS ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഇവൻ്റെ ഒരു സ്ക്രീനിൽ കൂടെ നോക്കുമ്പോൾ പോരാ, ഒട്ടും FPS ഇല്ലാത്ത കണക്കാണ് കാണുന്നത് അല്ലേ. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ പ്രിൻ്റ് സ്ക്രീനിൽ കൂടെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ നിങ്ങളെ തന്ന് ചോദിച്ചായിരുന്നു വേറെ ചില വീഡിയോകളിൽ, ഇതെങ്ങനെ പ്രിൻ്റ് സ്ക്രീൻ ഇഷ്യൂ എങ്ങനെ മാറ്റിയിട്ട് അത് റെഡിയാക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല, പറഞ്ഞു തന്നില്ല. സ്വാഭാവികം. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ പ്രിൻ്റ് സ്ക്രീൻ തന്നെ ചെയ്യാം. ഞാൻ വലുതായിട്ട് സെർച്ചിങ്ങിനൊന്നും പോയില്ല. ഇത് എല്ലാവരെയും പ്രിൻ്റ് സ്ക്രീൻ മാത്രമാണ് ആവണ ഇങ്ങനെയാണോ അതോ എൻ്റെ പ്രിൻ്റ് സ്ക്രീൻ മാത്രമാണോ ഇങ്ങനെയെന്ന് അറിയാൻ വയ്യ. പിന്നെ എനിക്ക് ഫോട്ടോ എടുത്ത ശേഷം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഇടായിരുന്നു. കോംപ്ലിമെൻ്ററി ഞാൻ മുമ്പ് ഇട്ടുകൊണ്ടുവന്ന ഷെയ്ഡറുമാണ്, നല്ല ഷെയ്ഡറാണ്, ബെസ്റ്റ് ഷെയ്ഡറാണ് കോംപ്ലിമെൻ്ററി. പക്ഷേ ഞാൻ ഇടാത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല, കളിച്ചും മടുത്തു. അതായിരുന്നു. ഫോട്ടോണും കോംപ്ലിമെൻ്ററിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലേ. ആ ലൈറ്റിങ് വെള്ളമൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് സർവേ വേൾഡ് ചെയ്യാം. ഓക്കെ. അപ്പം ഇതാണ്. പിന്നെ എൻ്റെ റെവൻ എന്ന് പറയുന്നൊരു വേൾഡ് ഉണ്ടായിരുന്നു, ബട്ട് അതെൻ്റെ നിന്ന് പോയി. അത് ചില ബാക്കപ്പ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ PC നല്ല രീതിക്ക് ഒരിക്കലും ലാഗായി. കാര്യം യൂറോ ട്രക്ക് സിമുലേറ്റർ എന്നൊക്കെ പറയുന്ന ഗെയിമുകൾ കിടക്കുന്നു. കുറേ ഗെയിമുകൾ, ഇഷ്ടംപോലെ ഗെയിമുകളുള്ളത്. അങ്ങനെ ചെറുതായിട്ട് ലാഗി പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇത് പിടിച്ച് റീസെറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ നിന്ന് എൻ്റെ ആ ഒരു വേൾഡ് ബാക്കപ്പ് എടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ അത് എൻ്റെ നിന്ന് പോയി. കനത്രമായി തൊണ്ടവേദന. 600 FPS ഒക്കെ ഉണ്ട്. എനിക്ക് ചില സമയങ്ങളിൽ 1000 FPS കിട്ടും, ബട്ട് അത്രയൊന്നും നമുക്ക് ഫെയിൽ ആവില്ല. ഓക്കെ. അത് എന്തിട്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പം ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ വേൾഡ് തുടങ്ങാമല്ലേ. ഓക്കെ. ഞാൻ സപ്പോർട്ട് തരുമില്ലേ അല്ലേ, തരുമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡർ ഇട്ട് കളിക്കുന്ന കാണാനാണ് ഇഷ്ടം, അതായത് ഷെയ്ഡർ ഇടാതെ കളിക്കുന്ന കാണാനാണ് ഇഷ്ടം? മെയിൻലി ഷെയ്ഡർ ഇട്ട് കളിക്കുന്നതായിരിക്കാം. എനിക്കും അതാണ് ചിക്കൂടെ പ്രിഫർ. ഞാൻ ഒരു ഷെയ്ഡറും കോംപ്ലിമെൻ്ററി പോലും ഞാൻ ഇടാത്തതാണ്. എനിക്ക് പക്ഷേ ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തിട്ടാണ് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡറാണ് ഫോട്ടോ. എൻ്റെ ചേട്ടനറിയാം, ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ടെങ്കിൽ വന്ന് നിൽക്കുമായിരുന്നു കൂടെ ടൈമിൽ. ഞാൻ ഒരിക്കലും ഒരു ഷെയ്ഡർ ഇട്ട് കളിക്കണമെന്നേ അല്ല. ഇവൻ ഷെയ്ഡർ ഇട്ടേ കളിക്കും ഒരു ചേട്ടൻ. ബട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡർ, എനിക്ക് ഷെയ്ഡർ എന്ന് പറയും മൈൻക്രാഫ്റ്റിൻ്റെ ലുക്ക് കളയുന്ന ഒരു സാധനമാണ് എന്നെ സംബന്ധിച്ച് അന്ന് വരെ ഷെയ്ഡർ. പക്ഷേ ഈ ഫോട്ടോ ഇട്ട് ഞാൻ കളിച്ച് പോയിട്ട് സാറേ, മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ നമ്മളെ ബ്ലോക്കിൻ്റെ മണ്ടയിലില്ലേ ഈ മഴത്തുള്ളി വന്ന് പിടിക്കുന്നതും നമ്മളെ കയ്യിൽ മഴ വീണത്, മറ്റേ വെള്ളമൊക്കെ കാണാൻ പറ്റും. അത്രയും ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് എന്നാൽ എനിക്ക് അത്രയും നല്ല കാര്യമായിരിക്കും. സന്തോഷം തോന്നും, നല്ല രീതിക്ക് കളിക്കണമെന്ന് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏട്ടാ ബൈ.